4 ചുവരുകളും മേൽക്കൂരയും ഉണ്ടെങ്കിൽ ഒരു കെട്ടിടമാവും, ദേവാലയമാവില്ല. ദേവാലയമാകണമെങ്കിൽ അവിടെ നമ്മുടെ വിശ്വാസികളുടെ തീക്ഷ്ണമായ പ്രാർത്ഥന അവിടെ ഉണ്ടാകുമ്പോഴാണ് ദേവാലയത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല കുടുംബത്തിന് വേണ്ടി, നല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാകണം നമ്മുടേത്. എപ്പോഴും നമുക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. നല്ല സമൂഹവും നല്ല കുടുംബവും ഉണ്ടായാൽ മാത്രമേ നമുക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. 128-ാം സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിലൂടെ ജീവിക്കുന്നവൻ ഏവനും ഭാഗ്യവാൻ. അവന്റെ കൈകളുടെ അധ്വാനത്തിന്റെ ബലം അവൻ അനുഭവിക്കും. അവൻ ഭാഗ്യവാൻ, അവന് നന്മ വരും. നിന്റെ വീടിനകത്ത് നിന്റെ ഭാര്യ ബലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ പോലും ഇരിക്കും. യഹോവ ഭക്തനായ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാണ്. യഹോവ നിന്നെ സിയോനിൽ നിന്നും അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ യെരുശലേമിന്റെ നന്മ നിനക്ക് കാണാൻ കഴിയും. നിനക്ക് നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണാൻ കഴിയും. കുടുംബത്തെക്കുറിച്ചുള്ള വലിയ സങ്കല്പമാണ്, എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സങ്കല്പം. ആ സങ്കല്പമാണ് ക്രൈസ്തവ വിശ്വാസമാണ്. ഏറ്റവും ക്രൈസ്തവ സഭകളാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അവിടെ സ്ത്രീയും പുരുഷനും തുല്യരാണ്. മക്കൾ വളർന്നു വരാനുള്ള ഒരു അന്തരീക്ഷമാണ് എല്ലാവരും ചേർന്നുണ്ടാക്കേണ്ടത്. അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. ആ വിശ്വാസം അവരിലേക്ക് പകരണം. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ആ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മവിശ്വാസത്തിന്റെ അടിത്തറ ദൈവവിശ്വാസമാണ്. അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. നമ്മൾ പറയും ആത്മഹത്യകളിലേക്ക് പോകരുത്, സങ്കടങ്ങളിലേക്ക് പോകരുത്. ഇന്ന് ഏകാന്തത ലോകത്തെ മുഴുവൻ കീഴടക്കിയ മാനസിക ആരോഗ്യം വലിയ പ്രശ്നമായി മാറുന്നൊരു കാലമാണ്. ആ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏകാന്തതയിൽ നിന്നാണ് എന്ന് പറയുന്നു. ആ ഏകാന്തത ഇല്ലാതാകണം. എല്ലാവരും സജീവമാകണം. തളർന്നു പോകരുത് ഒരു പ്രതിസന്ധി വന്നാലും. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത്. അതാണ് വേദപുസ്തകത്തിൽ തന്നെ പറയും, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാ? വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസ്തനാണ്. ആ വിശ്വാസം അവൻ നമ്മുടെ കൂടെ, നമ്മുടെ ഈ യാത്രയിൽ, നമ്മുടെ പ്രയാണത്തിൽ, നമ്മുടെ വലതുഭാഗത്തായി അവൻ ഉണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. യോശുവ പ്രവാചകൻ പറയുന്നത് പോലെ, ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയിൽ വിശ്വസിക്കുന്നു എന്നതാണ് ആ കരുത്ത്, ആ വിശ്വാസം, അത് നൽകുന്ന പിന്തുണ. അതാകണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ കരുത്ത്.